ദൈവവചനത്തിലെ ഒരു പ്രധാനപ്പെട്ട ഉപദേശമാണ് വേർപാട് അനുഷ്ഠിക്കുക. എന്നാൽ എന്തിൽ നിന്നാണ് വേർപെടേണ്ടത്? എന്തിൽ നിന്നാണ് നമുക്ക് വ്യത്യസ്തതയുണ്ടാകേണ്ടത്? ആ കാര്യം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തതയോടെ നമ്മളെ പഠിപ്പിക്കുന്നു. ഈ അന്ത്യകാലത്തിൻ്റെ അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിനോടടുക്കും തോറും ദൈവമക്കളുടെ ഇടയിൽ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്നുള്ളത് ഈ സെപ്പറേഷൻ എന്നുള്ളതാകുന്ന ആ കാര്യം അത് കുറഞ്ഞുകൊണ്ടിരിക്കും. അത് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തതയോടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഒരു ഉണർവുണ്ടായിട്ടൊന്നും അല്ല കർത്താവ് വരാൻ പോകുന്നത്. അത് ഞാൻ പലപ്പോഴും പറയാറുള്ള വിഷയമാണ്. മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. ആരെങ്കിലും ഉണർവ് ഉണ്ടായിട്ട് കർത്താവിൻ്റെ വരവിൽ പോകാനിരിക്കുന്നെങ്കിൽ നിങ്ങൾ കർത്താവിൻ്റെ വരവിൽ പോവുകയില്ല. ഇന്ന് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി പാർക്കുന്നവർ മാത്രമേ കർത്താവിൻ്റെ വരവിങ്കൽ എടുക്കപ്പെടുകയുള്ളൂ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. പ്രവൃത്തി 5-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമ്മളിങ്ങനെയാണ്: ദൈവം രക്ഷിക്കപ്പെടുന്നവരെ സഭയോടെ ചേർത്ത് കൊണ്ടിരുന്നു. അപ്പോസ്തലന്മാരുടെ കയ്യാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരുന്നു. ശ്രദ്ധിക്കണം, അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിൻ്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അങ്ങനെ അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നപ്പം ആൾക്കൂട്ടമുണ്ടായെന്നല്ല അവിടെ എഴുതിയേക്കുന്നത്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. താഴെ നമ്മൾ വായിക്കുന്നത് അങ്ങനെയല്ല. അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടായി, കാര്യം ശരിയാണ്. പക്ഷെങ്കിൽ മറ്റുള്ളവരിൽ ആരും അവരോട് ചേരുവാൻ തുനിഞ്ഞില്ല. അതെന്താ? അത് വളരെ ശ്രദ്ധേയമാണ്. അത്ഭുതം അടയാളം ഒക്കെ നടന്നു, എല്ലാം സംഭവിച്ചു. പക്ഷെങ്കിൽ ആ മറ്റുള്ളവർ, പുറത്തുള്ളവർ സഭയിലേക്ക് എന്ത് ചെയ്തില്ലെന്നറിയാവോ? ഇടിച്ച് കയറിയൊന്നുമില്ല. അതിൻ്റെ കാര്യം എന്നാ? നമ്മളവിടെ വായിക്കുന്നത് ആരും അവരോട് ചേരുവാൻ തുനിഞ്ഞില്ല. അപ്പോൾ ദൈവീകമാകുന്ന വിശുദ്ധിയുടെയും വേർപാടിൻ്റെയും വ്യക്തമാകുന്ന അതിർ ദൈവസഭയ്ക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അവിടെ ആൾക്കൂട്ടം എല്ലാം കയറി വരികയല്ലായിരുന്നു. രക്ഷിക്കപ്പെടുന്നവരെ ദൈവം സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. രക്ഷിക്കപ്പെടുന്നവരെ ആളുകൂട്ടുകയല്ലായിരുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് രാഷ്ട്രീയക്കാർ നമ്മുടെ സ്റ്റേജുകളിൽ വന്നിട്ട്, പക്കാ രാഷ്ട്രീയക്കാർ, അവരിന്നിവിടെ വരും. നാളെ വൈകിട്ട് അവർ ഗുരുവായൂരപ്പൻ്റെ അവിടെയും പോകും. അതിൻ്റെ അടുത്ത ദിവസം അവർ മണർകാട്ടും പോകും. അവിടെ എല്ലാം പോയി അവർ നന്നായിട്ട് പ്രസംഗിക്കും. രാഷ്ട്രീയക്കാർ നമ്മുടെ സ്റ്റേജുകളിൽ വന്ന് എക്യുമെനിസം പ്രസംഗിച്ചേച്ച് പോവുകയും നമ്മുടെ ആൾക്കാർ അത് കണ്ട് ഇളകുകയും ചെയ്യുന്നത് കാണുമ്പം ഇറ്റ് റിയലി കൺസേൺസ് മീ. ഐ ഡോണ്ട് നോ അബൌട്ട് യു, ബട്ട് ഇറ്റ് കൺസേൺസ് മീ. അതായത് എല്ലാം ഒന്നാണെന്നും ഒക്കെ പറഞ്ഞു പോകുമ്പം അത് ഒരു വലിയ രോഗത്തിൻ്റെ സിംറ്റം മാത്രമാണ്. ഒരു വലിയ രോഗത്തിൻ്റെ ലക്ഷണം മാത്രമാണ് അത്. ആ രോഗത്തിനാ ചികിത്സ വേണ്ടത്. ആ രോഗം എന്താ? ആ രോഗം നമുക്ക് അതിർവരമ്പുകളില്ലാതെ നാം ലോകവുമായിട്ട് ഇടകലർന്നു എന്നുള്ള ആ രോഗത്തിൻ്റെ സിംറ്റം മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നതിൻ്റെ കാരണം. പ്രിയമുള്ളവരെ, അത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്.
നിങ്ങൾ ചിന്തിക്കും ഇതൊക്കെ ഒരു ചെറിയ കാര്യമാണ്. അല്ല, ഇത് ചെറിയ കാര്യമല്ല, ഇത് വളരെ സീരിയസ് ആണ്. ദൈവവചനം അത് വളരെ വ്യക്തതയോടെ നമ്മളെ പഠിപ്പിക്കുന്നു. നിങ്ങൾ എന്നോട് പിണങ്ങരുത്, പിണങ്ങിയാലും എനിക്ക് കുഴപ്പമില്ല. ഈ കാര്യത്തിൽ ഞാൻ സത്യം പറയുക, നമുക്കാരുടെയും എൻഡോഴ്സ്മെന്റ് വേണ്ട. പ്രത്യേകിച്ച് യാതൊരു ധാർമ്മികതയും ഇല്ലാത്ത രാഷ്ട്രീയക്കാരൻ്റെ എൻഡോഴ്സ്മെന്റ് വേണോ യേശു കർത്താവിന്? അതിൻ്റെ ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യമില്ല. ഇതൊക്കെ എന്തിനെയാ സൂചിപ്പിക്കുന്നത്? ഇതൊരു വലിയ രോഗത്തെയാ സൂചിപ്പിക്കുന്നത്. എന്താ ആ രോഗം? ആ രോഗമെന്ന് പറയുന്നത് ദൈവം തൻ്റെ ജനത്തോട് ആവശ്യപ്പെടുന്ന വേർപാട് നമ്മൾ കീപ്പ് ചെയ്യുന്നില്ല എന്ന രോഗമാണ്. അപ്പം നമ്മൾ ചിന്തിക്കും നമുക്ക് അവരെ കൊണ്ടൊക്കെ ആവശ്യം. എന്തുകൊണ്ടാണ് നമുക്ക് അവരെ കൊണ്ട് ആവശ്യം? ദൈവം എവിടെ പോയി? പരിശുദ്ധാത്മാവ് എവിടെ പോയി? അപ്പം നമ്മൾ തെളിയിക്കുകയാണ് നമ്മുടെ ഇടയിൽ പരിശുദ്ധാത്മാവ് ഇല്ലെന്ന്, അല്ലേ? നമ്മൾ തെളിയിക്കുക. നമുക്ക് ദൈവാശ്രയ ബോധമില്ലെന്നും നമ്മൾ തെളിയിക്കുകയാണ്. നമുക്ക് രാഷ്ട്രീയക്കാരെ ആവശ്യമായി വന്നിരിക്കുന്നതിൻ്റെ കാരണം ഒരു വലിയ രോഗമാണ്. അർബുദവ്യാധിയെക്കാളും ഭീകരമാകുന്ന, സഭയെ കാർന്നു തിന്നുന്ന അശുദ്ധിയുടെയും വേർപാടില്ലായ്മയുടെയും രോഗമാണ്. ഇതിൽ നിന്നൊരു മടങ്ങി വരവ് ദൈവമക്കൾക്കുണ്ടാകണം. കുറഞ്ഞ പക്ഷം ദൈവവചനം കേൾക്കുന്ന നമുക്കുണ്ടാകണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഈ സെപ്പറേഷനോടുള്ള ബന്ധത്തിൽ പൗലോസ് ഇവിടെ 3 പ്രധാനപ്പെട്ട കാരണങ്ങൾ പൗലോസ് പറയുക. ഒന്ന്, നമ്മുടെ സ്വഭാവം സെപ്പറേഷന് വേണ്ടി ഒരു കാരണമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. 2, അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. 3, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് സെപ്പറേഷൻ ദൈവമക്കൾക്ക് ആവശ്യമാണെന്ന്, അത് അത്യന്താപേക്ഷിതമാണെന്ന് കൊരിന്തിലുള്ള ദൈവസഭയോട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്ത് ചേർച്ചയാ ഉള്ളത്? അത് തമ്മിൽ ചേരുമോ? 2 നമ്മൾ വായിക്കുന്നത് വെളിച്ചത്തിന് ഇരുളിനോട് എന്തൊരു കൂട്ടായ്മ. ശ്രദ്ധിക്കണം ആ കോൺട്രാസ്റ്റുകൾ. നീതി അധർമ്മവും തമ്മിൽ ചേരുമോ? 2, വെളിച്ചോ ഇരുളും തമ്മിൽ ചേരുമോ? ചേരത്തില്ല, ഒരിക്കലും ചേരത്തില്ല. ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം? ദൈവത്തിനും പിശാചിനും തമ്മിൽ എന്തെങ്കിലും പൊരുത്തമുണ്ടോ? ഇല്ല. വാക്കുകൾ ശ്രദ്ധിക്കണം. പിന്നെ അല്ല, വിശ്വാസിക്ക് അവിശ്വാസിയുമായിട്ട് എന്ത് ഓഹരി? അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജ്യത? നോക്കണേ, എത്ര വാക്കുകളാണ് അവിടെ ഉപയോഗിച്ചേക്കുന്നത്. ചേർച്ച, കൂട്ടായ്മ, പൊരുത്തം, ഓഹരി, യോജ്യത. അപ്പോൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുതെന്ന്, ആ സെപ്പറേഷൻ വേണമെന്ന് പറയുന്നതിൻ്റെ ആവശ്യം അവിശ്വാസിക്കും വിശ്വാസിക്കും തമ്മിൽ ചേരാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? ഇപ്പോൾ പൗലോസ് തന്നെ പറയുന്നുണ്ടല്ലോ, അവരോട് സംസർഗമരുതെന്നാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് തന്നെ പോകേണ്ടി വരുമെന്നാണല്ലോ പൗലോസ് പറഞ്ഞത്. സംസർഗമരുതെന്നല്ല, അവരുടെ ഒപ്പം ജോലി ചെയ്യരുതെന്നല്ല, അവരുമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്ക വാങ്ങുകല്ലുകളിൽ ഏർപ്പെടരുതെന്നല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അങ്ങനല്ല, അതെല്ലാം ചെയ്യാം, അത് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഒരു ദൈവ പൈതലിനും ഒരവിശ്വാസിക്കും തമ്മിൽ കൂട്ടായ്മ ബന്ധം ഇല്ല. ദൈവവചനത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരുവന് മറ്റ് പലതിലും പോയി കൂട്ടാളിയാകാൻ പറ്റുകയില്ല. അവന് സാധ്യമല്ല. നമ്മളിന്ന് പറയുന്നത് അങ്ങനല്ല. അയ്യോ,
ചിലരെ കുറിച്ചൊക്കെ പറയുന്ന നമ്മുടെ ആൾക്കാർക്ക് വാക്കുകളില്ല. അവർ എന്തോ ടാലൻ്റാണെന്നറിയാമോ? പക്ഷെ ടാലൻറ്റുകാരൻ ഇവൻ്റെ അമ്പലത്തിൽ പോയി അതേ ടാലൻറ്റ് കാണിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സ്റ്റേജിലും വന്ന് അത് തന്നെ കാണിക്കുന്നുണ്ട്. ഇക്കാലത്ത് കുറേ പ്രൈസ് ആൻഡ് വാർഷിപ്പുകാരിറങ്ങിയിട്ടുണ്ട്. അവരുടെ പണി എന്നറിയോ? വരിക, പ്രൈസ് ആൻഡ് വാർഷിപ്പ് നടത്തുക, അത് കഴിഞ്ഞ് അവരുടെ പണിക്ക് പോകുക. ദൈവവചനമൊന്നും അവർക്ക് വേണ്ട. ഇതെന്താ പ്രിയരെ? ഇതെന്താ? നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്ത് ചേർച്ചയാ? നമുക്ക് വേണ്ടത് അതാണോ? അല്ല. നമുക്ക് വേണ്ടത് ടാലൻ്റ് അല്ല വേണ്ടത്. നമുക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവകൃപയാണ് ആവശ്യമായിരിക്കുന്നത്. നമുക്ക് ആവശ്യമായിരിക്കുന്നത് വേർപാടാണ്. നമുക്ക് ടാലൻ്റ് അല്ല ആവശ്യം. നമുക്ക് 10 കോടിയുടെ സമ്പത്തല്ല ആവശ്യം. നമുക്ക് വേർപാടും വിശുദ്ധിയുമാണ് ആവശ്യമായിരിക്കുന്നത്. കാരണം ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിൻ്റെ മുഖം കാണുകയില്ല. ഇത് നമ്മൾ തിരിച്ചറിയണം. നമ്മളിത് തിരിച്ചറിയുന്നില്ലെങ്കിൽ നമ്മൾ വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമാണ്, വളരെ വ്യക്തമാണ്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്ത് ചേർച്ച? നമുക്ക് ഫണ്ട്സ് ഉണ്ടാക്കാൻ അല്ല നമുക്ക് ആവശ്യം. ദൈവമാണ് നമ്മുടെ ആവശ്യങ്ങളെ നിവർത്തിച്ചു തരുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിന് ഇഷ്ടമുള്ളത് ദൈവം ചെയ്യട്ടെ. ദൈവമുഖം നമുക്ക് അന്വേഷിക്കാം. അതാണ് നമുക്ക് ആവശ്യം. നമ്മുടെ വേർപാടും നമ്മുടെ വിശുദ്ധിയും കളയുന്ന, ദൈവഹിതത്തിന് നമ്മൾ പുറത്തു പോകുന്ന, ദൈവവചനത്തിൻ്റെ പ്രമാണത്തിൻ്റെ വെളിയിൽ പോകുന്ന ഒന്നും നമുക്ക് ആവശ്യമില്ല. ഇത് നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമാണ്. കാരണം വീണ്ടും ജനിച്ച ദൈവിക സ്വഭാവത്തിന് കൂട്ടാളിയാകാൻ താല്പര്യപ്പെടുന്ന ഒരാൾക്ക് ഒരിക്കലും ഇതുമായിട്ട് മിങ്കിൾ ചെയ്യാൻ കഴിയത്തില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. കാരണം നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്ത് ചേർച്ചയാണുള്ളത്? അതിന് തമ്മിൽ ചേർച്ചയില്ല. യോഹന്നാൻ 1:5 നമ്മളിങ്ങനെ വായിക്കുന്നത്, ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ടൊട്ടുമില്ല. നോക്കുക, ദൈവം വെളിച്ചമാകുന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നത് വെളിച്ചത്തിനും ഇരുളിനും തമ്മിൽ എന്തൊരു കൂട്ടായ്മ! ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. വെളിച്ചത്തിനും ഇരുളിനും തമ്മിൽ എന്തൊരു കൂട്ടായ്മ! ഇമ്പോസിബിൾ. എൻ്റെ പ്രിയരെ എങ്ങോട്ടായി പോകുന്നത്? എങ്ങോട്ടായി പോകുന്നേ? ഇരുളിനും വെളിച്ചത്തിനും തമ്മിൽ എന്തില്ല? കൂട്ടായ്മയില്ല. ദൈവസഭയാണ് ദൈവത്തിൻ്റെ ആലയം. അപ്പോൾ ദൈവസഭയ്ക്കും ദൈവത്തിൻ്റെ ആലയമാണ് ദൈവസഭയെങ്കിൽ, ദൈവമക്കൾ കൂടി വരുന്നതാണ് ദൈവസഭയെങ്കിൽ, അവിടെ വിഗ്രഹങ്ങളുമായിട്ട് എന്തില്ല? അതിന് പൊരുത്തമില്ലെന്നാണ് വേദപുസ്തകം പറയുന്നത്. ഈ പൊരുത്തം മാറ്റുന്ന, ഈ അതിർവരമ്പെടുത്ത് കളയുന്ന സകലരും നിശ്ചയമായും അവരിൽ ആരെങ്കിലും എന്നെ യൂട്യൂബിൽ കേൾക്കുന്നെങ്കിൽ അവരുടെ മാനസാന്തരത്തിന് വേണ്ടി ഞാൻ പറയുക, നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടതായി വരും. നിശ്ചയം. കാരണം ദൈവാലയത്തിനും വിഗ്രഹങ്ങൾക്കും തമ്മിൽ എന്തില്ല? അതിന് യോഗ്യതയില്ല. ഇന്ന് ആൾക്കൂട്ടമുണ്ടാക്കാൻ വേർപാടില്ലാതെ നമുക്ക് നടക്കും. മനസ്സിലാകുന്നുണ്ടോ? വേർപാടും ഒക്കെ നമുക്ക് മാറ്റിവെച്ചാൽ ആൾക്കൂട്ടമുണ്ടാക്കാം. എന്നാൽ ശിഷ്യന്മാരെ ഉണ്ടാക്കണമെങ്കിൽ, വീണ്ടും ജനിച്ചവർ സഭയിൽ വരണമെങ്കിൽ സഭയ്ക്ക് വേർപാട് കൂടിയേ തീരൂ. അതില്ലാതെ സംഭവിക്കുകയില്ല. എത്ര ആൾ കൂടിയെന്ന് പറഞ്ഞാലും അത് കേവലം ആൾക്കൂട്ടം മാത്രമാണ്. നമ്മൾ തിരിച്ചറിയണം.